നിങ്ങളുടെ സഹായം രാക്ഷസ റാണി ജോഡിലേക്ക് ആവശ്യമായി വരുമെന്ന്. എന്നാൽ എങ്ങനെയാണത്? രാക്ഷസ റാണി, എന്തായാലും റാണിക്ക് ഒരു കാര്യം അറിയാമല്ലോ. അവിടത്തേക്ക് ഏറ്റവും ആദ്യം രാജകുമാരിയല്ലേ വേണ്ടത്? അതെ അതെ, അവിടുന്ന് എപ്പോഴെങ്കിലും രാജകുമാരിയെ കണ്ടെത്തി പുറത്തു വരും. കൃത്യം ആ സമയത്ത് തന്നെ അവിടത്തേക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമായി വരും. ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജകുമാരിയുടെ ജീവൻ പണയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ഉചിതമല്ല. ഇല്ല, എന്തായാലും ഇപ്പോഴും രാജകുമാരി ആശങ്കകളില്ലാതെ ഉറങ്ങുകയാണ്. അത് നല്ല കാര്യമാണ്. നാം ഇപ്പോൾ അടുത്ത മുറിയിൽ പോയി വിശ്രമിക്കാം. വേണ്ട, നാം ഉറങ്ങുന്നത് ഉചിതമായ കാര്യമല്ല. ആ രഘുരാജിൽ നമുക്ക് വിശ്വാസമില്ല. അവൻ ആക്രമണം നടത്തിയാലോ? ഇല്ല, അതുകൊണ്ട് നാം ഈ മുറിക്ക് പുറത്ത് കാവൽ നിന്നേ മതിയാകൂ. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. രാജകുമാരി ആരെന്തെപ്പോൾ ചെയ്യുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ രാജകുമാരി ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ടാകും. ഇവർക്ക് ഇങ്ങനെയൊന്നും ജീവിച്ച ശീലമില്ലല്ലോ. എന്താണ് ചിന്തിക്കുന്നത്? രാജകുമാരിയെ വധിക്കുന്നതിന് രാക്ഷസ റാണി ജോഡിലേക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വരുമെന്നോ? ഇല്ല, നിങ്ങളുടെ ധാരണ തെറ്റാണ്. മനുഷ്യരെ വധിക്കുന്നത് നമ്മുടെ ലഹരിയാണ്. രാക്ഷസ റാണി ജോഡിലേക്ക് മനുഷ്യനെ വധിക്കുന്നതിന് വേണ്ടി ആരുടെയും സഹായം ആവശ്യമില്ല. ഇപ്പോഴും നമുക്കത് ആവശ്യമായി വരുന്നില്ല. വേണ്ട വേണ്ട, അരുത്, വേണ്ട. പറയുന്നത് കേൾക്കൂ. അവിടുന്ന് രാജകുമാരിയോട് സംസാരിക്കുകയും വേണമല്ലോ. ദേ കാട്ടിയാലും പറയുന്നത് കേൾക്കൂ. എന്താ പറഞ്ഞത്? അതെ, രാജകുമാരിയോട് സംസാരിക്കണമല്ലോ. അവിടത്തേക്ക് രാജകുമാരിയുടെ ഹത്യ നടത്തുന്നതിന് മുമ്പ് രാജകുമാരിയുടെ വായ തുറപ്പിക്കേണ്ടതാണ്. എന്നാൽ രാജകുമാരി ആവട്ടെ വലിയ ശാഠ്യക്കാരിയും. അവൾക്ക് ഇതുവരെ അറിയില്ല അവൾക്ക് പ്രിയപ്പെട്ട ആരും തന്നെ ഇന്ന് ജീവനോടെയില്ലെന്ന്. ആ സത്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവൾ നിങ്ങളുടെ മുമ്പിൽ വായ തുറക്കില്ല. ഈ പ്രതാപൻ എന്താണ് ആഗ്രഹിക്കുന്നത്? രൂപവതി തിരികെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവളുടെ ഇളയമ്മയെ അന്വേഷിക്കുന്നതാണ്. എന്താ, ഈ പ്രതാപൻ സ്വന്തം ഭാര്യയെ മാത്രമാണോ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മെ വിശ്വസിക്കൂ രാക്ഷസ റാണി. അവിടത്തേക്ക് ഞങ്ങളുടെ സഹായം തീർച്ചയായും അത്യാവശ്യമായി വരുന്നതാണ്. അവിടുത്തെ സൈന്യവുമെല്ലാം അവളെ കണ്ടത് ഒരേ ഒരു തവണ മാത്രമാണ്. എന്നാൽ ഞങ്ങളെല്ലാവരും അവളെ ജനനം മുതൽ കാണുന്നതാണ്. ഞങ്ങളെക്കാൾ നന്നായിട്ട് അവളെ ഒരിക്കലും മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അല്പം സമയം തന്നാലും ഞങ്ങൾ രാജകുമാരി അവിടുത്തെ ചലനങ്ങൾ കൊണ്ടു നിർത്തുന്നതാണ്.
കഷ്ടം കഷ്ടം. എത്ര നിർദ്ദയനാണ് നിങ്ങൾ. സ്വന്തം പുത്രിയെ പോലുള്ള രാജകുമാരിയുടെ ജീവന് പകരമായി നിങ്ങൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണോ? ഏയ്, നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുമോ?